ഞാൻ കഴിഞ്ഞ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് ട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് 9/12 ഇഞ്ചിൽ വരുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ. ഇതിൽ ഞാൻ വെർമാല പ്രസർവേഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ റെഡ് കളറായിട്ട് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് തന്നിരുന്നത് ഇതേപോലെ റോസ് പെറ്റൽസും പിന്നെ ലോട്ടസിൻ്റെ പെറ്റൽസായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്ത് വെച്ച് താലിച്ചരടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനതിൽ ബീഡ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇതേപോലെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നേരം വെളുത്തപ്പോൾ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന മറ്റേ ഗ്ലൂ ഒക്കെ എടുത്ത് മാറ്റിയിട്ട്. അപ്പോൾ ഗ്ലൂ എന്തിനാണ് തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം നോക്കിയിട്ടപ്പോൾ ഡെക്കോ മാർക്കർ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനപ്പോൾ ആ സമയം കൊണ്ട് അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഒട്ടും സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് റിസൾട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ടാറ്റാ.